ഇപ്പോൾ ഞാൻ തോട്ടപ്പള്ളി സ്പിൽവേയുടെ മറുകരയിലെത്തി. എത്രത്തോളം ആൾക്കാർ അപ്പുറത്തെ കരയിലുണ്ടോ അത്രയും തന്നെ ആൾക്കാർ ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ മറുകരയിലും ഉണ്ട്. ഇവിടെ മുദ്രാവാക്യം വിളികളുമായി അവർ കാത്തു നിൽക്കുകയാണ് പ്രിയ നേതാവിനെ കാണാൻ. ഇപ്പോൾ വിലാപയാത്ര തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് മറുകരയിലുള്ള ഭാഗത്ത് വലിയൊരു ജനസഞ്ചയമാണ് ആ ഹൈവേയുടെ രണ്ട് വശങ്ങളിലുമായി നിലയുറപ്പിച്ചിരിക്കുന്നത്. അത് കടന്നു വേണം ആ വിലാപയാത്രയ്ക്ക് ഇവിടേക്ക് വരാൻ. അതിലെ ആദ്യ വാഹനങ്ങൾ സ്പിൽവേ കടന്ന് ഇവിടേക്ക് വരുന്നുണ്ട്. ഇവിടെ കുഞ്ഞു കുട്ടികൾ റെഡ് വോളണ്ടിയേഴ്സായി നിൽക്കുന്നു. അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഒരു കുഞ്ഞു കണ്ടത്തിൽ നിന്നാണ് ആ മുദ്രാവാക്യം അത്രയും വരുന്നത്. അത് ഏറ്റുവിളിക്കുന്നത് അവനേക്കാൾ ഇരട്ടി പ്രായമുള്ള മനുഷ്യരും. കൂടുതൽ വാഹനങ്ങൾ വരുന്നു. വിലാപയാത്ര തോട്ടപ്പള്ളി സ്പിൽവേ കടന്ന് മറുകരയിലേക്ക് വരികയാണ്. മുദ്രാവാക്യം വിളികളുമായി VS-നെ സ്നേഹിക്കുന്നവർ, VS-നെ ഹൃദയത്തിലേറ്റിയവർ അവരാണ് ഈ വാഹന വ്യൂഹം കടന്നു വരുമ്പോൾ VS-നെ കാണാൻ വേണ്ടി, ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. ഇവിടെ എത്രത്തോളം ജനങ്ങളാണ് എന്ന് നമുക്ക് വിവരിക്കാൻ കഴിയില്ല. അത്രയും അധികം ആൾക്കാർ VS-ന്റെ സ്വന്തം ജന്മനാട്ടിൽ വലിയ വരവേൽപ്പ്. ആ വിലാപയാത്രയ്ക്ക് അത്രത്തോളം ഹൃദയത്തിലേറ്റിയ, VS-നെ ഹൃദയത്തിലേറ്റിയ ജനങ്ങളാണ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ. ഒരുപക്ഷെ VS-ന്റെ പോരാട്ടങ്ങൾ, തുടക്കത്തിലുള്ള പോരാട്ടങ്ങൾ കണ്ടനുഭവിച്ച തലമുറകൾ വരെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്കെല്ലാം പറഞ്ഞറിയിക്കാത്ത സങ്കടമാണ്. ഒരു മനുഷ്യന്റെ മഹാശൂന്യതയാണ് അവർ അനുഭവിക്കുന്നത്. ആ മഹാശൂന്യതയ്ക്ക് പകരം വെക്കാൻ ഒന്നുമില്ല എന്നവരുടെ വാക്കുകളിൽ വ്യക്തമാണ്. അവർ പറയുന്നത് ഇത് VS-ആണ്, VS-ന് പകരം മറ്റാരുമില്ല, ഇതൊരു മഹാനഷ്ടമാണ്. ആ മഹാനഷ്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഇരുവശങ്ങളിലുമുള്ള ഈ മനുഷ്യർ. അതിൽ പ്രായഭേദമന്യേയാണ് ആലപ്പുഴക്കാർ VS-നെ അന്ത്യയാത്രാമൊഴി നൽകാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. ഇനി തോട്ടപ്പള്ളി സ്പിൽവേയും കഴിഞ്ഞ് അമ്പലപ്പുഴയിലേക്കാണ് ഈ വിലാപയാത്ര കടന്നു പോകുന്നത്. അത് കഴിഞ്ഞ് വേണം വലിയ ചുടുകാട്ടിലെ സംസ്കാര ചടങ്ങുകൾ. അതിനു മുൻപ് വേലിക്കകത്ത് വീട്ടിലേക്കാണ് VS-ന്റെ വിലാപയാത്ര എത്തുന്നത്. അവിടെ ബന്ധുക്കൾക്ക് ഉപചാരം അർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞാൽ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും. അതിനു മുൻപ് ആലപ്പുഴയിലെ പാർട്ടി ഓഫീസിൽ പൊതുദർശനമുണ്ട്. പക്ഷേ ഈ കടന്നു വരുന്ന വഴിയിലെല്ലാം കാത്തുനിന്ന ആൾക്കാരുടെ ഇരട്ടയിലധികം ആൾക്കാർ ഇനി VS-ന്റെ പൊതുദർശന ചടങ്ങ് ആരംഭിക്കുമ്പോൾ അവിടെയും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ VS-നെ എങ്ങനെയാണ് ഓർക്കുന്നത് അമ്മ? നല്ല രീതിയിൽ ഓർക്കുന്നു. നല്ല ഒരു മനുഷ്യൻ, നല്ല സാറ്, നല്ലതായിട്ട് തന്നെ. നമ്മുടെ നാടിൻ്റെ ഏറ്റവും അഭിമാനമായ ഒരു ഇതായിരുന്നു. നമ്മളെ വിട്ടു പിരിഞ്ഞു പോയൊരു സങ്കടമുണ്ട്. അതുകൊണ്ട് കാണാൻ ഇങ്ങനെ കാത്തിരിക്കുക. VS-നെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ജീവനെ കണ്ടിട്ടുണ്ടോ, സിനിമയിലും TV-യിലും ഒക്കെ കണ്ടിട്ടുള്ളൂ, നേരിൽ കണ്ടിട്ടില്ല. VS-നെ കാണാത്തവരുണ്ട് ഈ കൂട്ടത്തിൽ. ആലപ്പുഴക്കാർ, VS-നെ പറഞ്ഞു കേട്ടവർ, അറിഞ്ഞു കേട്ടവർ, VS-നെ മുൻതലമുറകളിൽ നിന്ന് VS ആരാണെന്ന് പറഞ്ഞ് അറിഞ്ഞു കിട്ടിയവർ, അവരൊക്കെയാണ് ഈ നിൽക്കുന്നത്. അവർക്കെല്ലാം അറിയാം ഈ കടന്നു പോകുന്നത് ഒരു മഹാശൂന്യതയാണ് എന്നുള്ളത്. ആ മഹാശൂന്യതയ്ക്ക് പകരം വെക്കാൻ ഒന്നുമില്ല എന്നും അവർക്കറിയാം. ഇതൊരു നാടിൻ്റെ യാത്രാമൊഴിയാണ്. ഈ യാത്രാമൊഴി ഏറ്റുവാങ്ങിയാണ് ആ പ്രൗഢമായ വിലാപയാത്ര കടന്നു വരുന്നത്. VS എന്താണെന്ന് കേരളം അറിയുകയാണ്. VS ജീവിച്ചിരുന്നപ്പോൾ തന്നെ VS-ന്റെ പോരാട്ടങ്ങളിലൂടെ VS-നെ അറിയാം നമുക്ക്. പക്ഷേ അതിലേറെ എത്രത്തോളം ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠ നേടിയ ഒരു നേതാവാണ് VS എന്ന് നമ്മൾ അറിയുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഈ തോട്ടപ്പള്ളി വരെ നീളുന്ന ഈ യാത്രയിൽ മാർഷൽ കൂടി ചേരുന്നുണ്ട്. മാർഷൽ തോട്ടപ്പള്ളിയിലെത്തിയിരിക്കുന്നു. ഇനി അമ്പലപ്പുഴ മാത്രമേ ഉള്ളൂ. എന്തുമാത്രം ജനങ്ങളാണ്! ഇത്രയും വലിയൊരു നേതാവ്, തലമുറകൾ നെഞ്ചിലേറ്റിയ ഒരു നേതാവല്ലേ? തീർച്ചയായിട്ടും. കാരണം VS-നെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് എത്തുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ ഓരോ മണ്ണിനും ഓരോ മനുഷ്യരുണ്ടാകും എന്ന് പറഞ്ഞ പോലെ ഈ മണ്ണിനെ മാറ്റിമറിച്ച മനുഷ്യന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് VS. അതായത് കർഷക തൊഴിലാളികളുടെയും പാടശേഖരത്തെ തൊഴിലാളികളുടെയും എല്ലാം അവരുടെ എല്ലാം മണ്ണിലേക്ക് അവരെയെല്ലാം മണ്ണിൻ്റെ അവകാശികളാക്കി മാറ്റിയതിനകത്ത് സഖാവ് VS ഭരിച്ചിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുകളിലേക്ക് ആയിരങ്ങൾ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്ന കാഴ്ച
അതായത് വി എസിന്റെ ജന്മനാട്ടിലേക്ക് ചുടുകാട്, വലിയ ചുടുകാട് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയും രാജവംശത്തിനെതിരെയും രാജഭരണത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് വി എസ് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ മറ്റൊരു ഭാഗപത്രമാണ് ഈ വലിയ ചുടുകാട്. ആ വലിയ ചുടുകാടിന്റെ അവകാശിയാണ് വി എസ് എന്ന് പറയാം. ആ വലിയ ചുടുകാടിലേക്ക് വി എസിന്റെ ഭൗതിക ദേഹം എത്തുമ്പോൾ വി എസിന് വേണ്ടി കാത്തു നിൽക്കുന്നത് അബാലവൃദ്ധം ജനങ്ങളാണ്. കൊച്ചുകുട്ടികൾ മുതൽ വി എസിന്റെ സമര പോരാട്ടങ്ങളിലെല്ലാം തന്നെ ഒപ്പം നിന്നിട്ടുള്ള നിരവധി സഖാക്കൾ, സാധാരണക്കാർ, പൊതുജനങ്ങളെല്ലാം തന്നെ അണിനിരുന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തോട്ടപ്പള്ളിയിൽ കാണാൻ പറ്റുന്നത്. നേരത്തെ കരുവാറ്റ പിന്നിടുമ്പോൾ തന്നെ വി എസിനെ കാത്തു നിൽക്കുന്നവരുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. ഈ ഓരോയിടത്തും മുദ്രാവാക്യങ്ങൾ മുറുകിക്കൊണ്ടേയിരിക്കുന്നു. കണ്ണേ കരളെ വി എസ് എന്ന മുദ്രാവാക്യം കണ്ടമിടറിക്കൊണ്ട് കേരളം ഒരൊറ്റ ശബ്ദത്തിൽ ആർത്തലിച്ച് വിളിക്കുന്ന ഒരേ ഒരു മുദ്രാവാക്യമായി കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം മാറുന്നത് നമുക്ക് കാണാം. ഓരോ ചുവടുകളിലും വി എസിന്റെ ഭൗതിക ദേഹം ഒന്ന് കാണുന്നതിന് വേണ്ടി മാത്രമായിട്ട് അവസാനമായി വി എസ് ഈ മണ്ണിലൂടെ കടന്നു പോകുമ്പോൾ വി എസിനെ കാണുവാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. കനത്ത മഴയെയും വെയിലിനെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് വി എസിനെ കാത്തുകൊണ്ട് ജനങ്ങൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്. ഹരിപ്പാട് മുതൽ നേരത്തെ കരുവാറ്റയ്ക്ക് അപ്പുറത്തും എല്ലാം തന്നെ ജനങ്ങൾ ഇങ്ങനെ തടിച്ചു കൂടുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിച്ച സമയക്രമങ്ങളെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് വി എസിനൊപ്പം ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. പുന്നപ്രയുടെ നേതാവേ, വയലാറിന്റെ നേതാവേ, ആലപ്പുഴയിലെ പടവരമ്പിൽ, പൂഞ്ഞാറിലെ ജയിലറയിൽ രക്തം ചിന്തിയ താരകമേ എന്ന മുദ്രാവാക്യം വിളിക്കുന്നത് 2025 വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളാണ്. 1923 വി എസ് ജനിക്കുന്നു. ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന കാലത്ത് ഒരു പുതിയ തലമുറ തങ്ങളുടെ ഉജ്ജ്വലമായ പൂർവ്വകാലത്തിന്റെ ചെന്താരകത്തെ നോക്കി കണ്ഠമിടറിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് എങ്കിൽ അതിലപ്പുറം എന്താണ് പുണ്യം വേണ്ടത് ഒരു ജീവിതത്തിന്? എത്രത്തോളമാണ് സാർത്ഥകമാകേണ്ടത് ഒരു സമര ജീവിതത്തിന് എന്നുള്ളത് മറ്റു വാക്കുകൾ കൊണ്ട് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു.